തിരുമാറാടിയിൽ UDF പ്രവർത്തകനെ ആക്രമിച്ച LDF പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് തിരുമാറാടിയിൽ UDF നടത്തിയ പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കിക്കോ, ആണും പെണ്ണും കെട്ട പണിയൊക്കെ ആയിട്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിച്ചിറങ്ങിയാൽ മതി. അതൊന്നും എറണാകുളത്തോ തിരുമാറാടിയിലോ പിറവത്തോ ഒന്നും വേണ്ട. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ആ അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. കൂത്താട്ടുകുളത്ത് കാണിച്ചല്ലോ, ഒരു സ്ത്രീക്കെതിരായി, കലാരാജുവിനെതിരായി എന്താ സംഭവിച്ചത്? ആ മുനിസിപ്പാലിറ്റി പോയി. ഇപ്പൊ ആ മുനിസിപ്പാലിറ്റി 3 മാസം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? ഇനി നിനക്കൊക്കെ അവിടെ ഭരിക്കാൻ പറ്റും. 16 സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചു. 16 പിറവത്ത് എന്താ സ്ഥിതി? 21 സ്ഥലത്താണ് UDF വിജയിച്ചത്. 21 സ്ഥലത്ത്. ഈ നാണം കെട്ടവനൊന്നും ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നിന്നോടല്ലാതെ പിന്നെ ആരോടാണ് പറയേണ്ടത്? UDF ചെയർമാൻ CB ജോസഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ അവസ്ഥ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചപ്പോൾ അതിന് തക്കതായ രീതിയിലൊരു ഇലക്ഷൻ റിസൾട്ട് നമുക്കിവിടെ ഉണ്ടാകാൻ സാധിച്ചു. അത് നമ്മൾ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് നല്ലൊരു പ്രവർത്തനത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഇലക്ഷന് തോൽവി എന്നുള്ളത് നമ്മൾ പല ഘട്ടത്തിലും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. മുൻകാലഘട്ടങ്ങളിൽ ജേക്കബിന്റെ കാലഘട്ടങ്ങളിൽ ഇവിടെ കടകളും വണ്ടികളും ഒക്കെ അടിച്ചു തകർക്കുകയും മറ്റും പല സാഹചര്യങ്ങൾ അന്നത്തെ കാലത്തുണ്ടായി. അതിന്റെ ശേഷം ഇപ്പോൾ ഒരു പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ ഇതൊരു പോരാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ഷൻ പ്രചരണം ഒരു വ്യക്തിപരമായ ഒരു രീതിയിലേക്ക് മാറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അനൂപ് ജേക്കബ് MLA, PC ജോസ്, വിൽസൺ K ജോൺ, ആശ സനിൽ, സീനു കാക്കൂർ, KR ജയകുമാർ, ജോൺസൺ വർഗീസ്, സാജു മടക്കാലിൽ, സാജു കുറ്റിച്ചിറ, KG രാധാകൃഷ്ണൻ, നെവിൻ ജോർജ്, അനിത ജേക്കബ്, സൈബു മടക്കാലിൽ എന്നിവർ സംസാരിച്ചു. നിർഭാഗ്യവും പ്രതിഷേധാർഹവുമായ ഒരു സാഹചര്യമാണ് തിരുമാറാടിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഇവിടെ യാതൊരു പ്രകോപനവുമില്ലാതെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ അന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് അന്ന് വൈകുന്നേരം മുതൽ തുടങ്ങിവെച്ച അനാവശ്യമായ വെല്ലുവിളികളും അവരുടെ ഇടതുമുന്നണിയുടെ CPMന്റെയും പ്രവർത്തകർ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ശ്രീ മത്തായി ചേട്ടന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ, അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള കൊച്ചുമകളെ ആക്രമിക്കാൻ ഒക്കെ ഇടയായ അവസരം വന്നത്. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തിപരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണേലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം. ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി.